ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യേകം അനുഗ്രഹിക്കുവാൻ നമ്മൾ നടത്തുന്ന ഈ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രയർ ഇന്ന് 129-ാം ദിനം പ്രഭാതത്തിൽ സഖറിയ പ്രവാചന പുസ്തകം 9-ാം അധ്യായം 8-ാം വചനം. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നൽകും, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ വചനം മക്കളുടെ ജീവിതത്തിൽ വലിയ സംരക്ഷണ കോട്ട നിറയുവാൻ, ഒരു തരത്തിലുള്ള തിന്മകളോ തിന്മയുടെ ശക്തികളോ നമ്മുടെ മക്കളുടെ ജീവിതത്തെ ഉപദ്രവിക്കുവാതിരിക്കുവാൻ കർത്താവിൻ്റെ വലിയ നോട്ടം, അവിടുത്തെ ദൃഷ്ടി നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ട് മക്കൾ സുരക്ഷിതരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ പലപ്പോഴും അധ്വാനിക്കുന്നുണ്ട്, പല രീതിയിൽ അവർ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഫലം കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്നു. നമ്മുടെ മക്കളുടെ അധ്വാനത്തിൻ്റെ ഫലം വേറെ പലരും അത് ചോർത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥകൾ പലപ്പോഴും ജോലി മേഖലയിൽ പറയാറുണ്ട്. വളരെയധികം അധ്വാനിച്ചു, വളരെയധികം ടീമായിട്ട് പരിശ്രമിച്ചു, പക്ഷേ അവസാനം വരുമ്പോൾ ഇവർ തള്ളപ്പെട്ടു, നമ്മുടെ മക്കൾ തള്ളപ്പെട്ടു, നോക്കി നിന്നവരൊക്കെ ഇല്ലെങ്കിൽ അവരവരുടെ കാര്യബലം കൊണ്ട് നേടിപ്പോയി എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ അധ്വാന ഫലം അവർ തന്നെ അനുഭവിക്കുവാൻ, ഏതെങ്കിലും കുറവുകളിൽ നിന്നും അവർ രക്ഷ നേടുവാൻ, അനുഗ്രഹമായി നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സക്കറിയ 9:8. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ വസ്തുക്കളുടെ മേൽ ആരും അന്യായമായി കയറി വന്ന് അവകാശം ഉന്നയിക്കാതിരിക്കുവാൻ ഞങ്ങളുടെ മക്കളുടെ എല്ലാ മേഖലയിലും അവിടുന്ന് തന്നെ സംരക്ഷിക്കണമേ. ഈശോയെ, അവിടുത്തെ വലിയ സംരക്ഷണ കോട്ട ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിനും, പഠന മേഖല, ജോലി, കുടുംബം, അവരുടെ താമസിക്കുന്ന ഭവനം, അവരുടെ യാത്രകൾ, വാഹനങ്ങൾ, കർത്താവേ, അവിടുത്തെ സംരക്ഷണ വലയത്തിലായിത്തീരട്ടെ. അങ്ങനെ സുരക്ഷിതരായി നിന്നുകൊണ്ട് ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമേൻ. യേശുവിൻ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.